ഹിമാലയൻ മേഖലയിലുണ്ടായ ഹിമാനിപാതത്തെ തുടർന്ന് നേപ്പാളിലും ടിബറ്റ് അതിർത്തിയിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 500 കടന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ദുരന്തത്തിൽ ഇതുവരെ 540-ലധികം ആളുകൾ മരണപ്പെടുകയും 1400-ൽ-അധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളിൽ മാത്രം 538 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗം പേരുടെയും മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കാണാതായവരിൽ 300-ലധികം പേർ ഇന്ത്യൻ പൗരന്മാരാണ്. കൈലാസ മാനസരോവർ തീർത്ഥാടനത്തിന് പോയവരാണിതിൽ ഭൂരിഭാഗവും. നോർക്കയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ദുരന്തബാധിത മേഖലയിലുണ്ടായിരുന്ന 60 മലയാളികൾ സുരക്ഷിതരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 8 മലയാളികളെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ടങ്ഡാങ് നാഷണൽ പാർക്ക് മേഖലയിലുണ്ടായ വലിയൊരു ഹിമാനി തകർന്ന് നദിയിലേക്ക് പതിച്ചതാണ് ഈ വിനാശകരമായ മിന്നൽ പ്രളയത്തിന് കാരണമായത്. ഇത് ബോട്ട് കോശി, ത്രിശൂലി നദികളിൽ വൻ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും നദിക്ക് കുറുകെയുണ്ടായ താൽക്കാലിക തടാക രൂപീകരണവും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും നേപ്പാൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ശക്തമായി തുടരുകയാണ്.